സഹീഹ് തർഗീബ് വ തർഹീബ് എന്ന കിതാബ് നവാഫിലിലെ തർഗീബ് ഫി ഖിയാമിൽ ലൈൽ, രാത്രി നിസ്കാരത്തിന് പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫദ്ലിനെ അറിയിക്കുന്ന ഹദീസുകളിൽ അടുത്തത് وعن سهل بن سعد رضي الله عنهما قال جاء جبريل إلى النبي صلى الله عليه وسلم فقال سهل بن سعد رضي الله عنه ذكرയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ എത്തുകയും എന്നിട്ട് പറയുകയും ചെയ്തു, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഇശ് മാ ശിഅ്ത ഫഇന്നക മയ്യിത്തുൻ, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചു കൊള്ളുക, പക്ഷേ ഒരിക്കൽ നീ മരണപ്പെടുന്നതാണ്. വഅ്മൽ മാ ശിഅ്ത ഫഇന്നക മജ്സിയും ബിഹ്, നീ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നീ ഉദ്ദേശിക്കുന്ന പോലെ ജീവിച്ചു കൊള്ളുക, ഒരു ദിവസം നീ മരിക്കും. നീ ഉദ്ദേശിക്കുന്നത് പോലെ നിനക്ക് എന്തുവാണെങ്കിലും പ്രവർത്തിക്കാവുന്നതാണ്, നീ പ്രവർത്തിച്ചു കൊള്ളുക. നീ എന്ത് പ്രവർത്തിച്ചാലും അതിനനുസൃതമായ പ്രതിഫലം നിനക്ക് നൽകപ്പെടും. വഹ്ബിബ് മൻ ശിഅ്ത ഫഇന്നക മുഫാരിഖുഹു, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഇഷ്ടപ്പെട്ടു കൊള്ളുക, സ്നേഹിച്ചു കൊള്ളുക. ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ആരായാലും അങ്ങനെ ഇഷ്ടപ്പെട്ടു കൊള്ളുക, നീ അവരെ എല്ലാം പിരിഞ്ഞു പോകുന്നതാണ്. വഅലം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ, നീ മനസ്സിലാക്കുക, ഒരു മുഅ്മിനിന്റെ ഷറഫ് എന്നത്, ഒരു ശ്രേഷ്ഠത, മഹത്വം എന്നെല്ലാം ഉള്ളത് അവന്റെ രാത്രി നിസ്കാരമാണ്. വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്, അവന്റെ പ്രതാപം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് അവൻ ധന്യനാവുക എന്നുള്ളതാണ്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കാണ്. ഇത് ഏതൊരു മുഅ്മിനിനും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്, ഈ ഉമ്മത്തിന് പൊതുവായിട്ടുള്ളതാണ്. അതിൽ പറഞ്ഞെന്താണ്, യാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇശ് മാ ശിഅ്ത ഫഇന്നക മയ്യിത്തുൻ, നീ ഉദ്ദേശിക്കുന്ന പോലെ നിനക്ക് ജീവിക്കാം. കാരണം അല്ലാഹു തആല ഈ ദുനിയാവിൽ അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അവന് ഇച്ഛിക്കുന്ന പോലെ അവന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവൻ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഫഇന്നക മയ്യിത്തുൻ, നീ ഒരു ദിവസം എന്തായാലും മരണപ്പെടുന്നതാണ്, ഒരു സംശയമല്ല. എങ്ങനെ ജീവിച്ചാലും, അത് ഏത് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാലും നിശ്ചയിച്ച് ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും ഒരു ദിവസം മരണപ്പെടുമെന്നുള്ളത് സത്യമാണ്. വഅ്മൽ മാ ശിഅ്ത ഫഇന്നക മജ്സിയും ബിഹ്, നിനക്ക് നീ ഇച്ഛിക്കുന്ന പോലെ കർമ്മങ്ങൾ ചെയ്യാം, സൽക്കർമ്മങ്ങൾ ചെയ്യാം, പാപങ്ങൾ ചെയ്യാം, ഇതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്ത് നിനക്കുണ്ട്. പക്ഷേ നീ എന്ത് ചെയ്താലും അതിനുള്ള പ്രതിഫലം നന്മയ്ക്ക് നന്മയായിട്ടും പാപങ്ങൾക്ക് അതിനനുസൃതമായ ശിക്ഷയായിട്ടും ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു. വഹ്ബിബ് മൻ ശിഅ്ത ഫഇന്നക മുഫാരിഖുഹു, നീ ഇച്ഛിക്കുന്ന എന്തിനേയും നിനക്ക് ഇഷ്ടപ്പെടാം, സമ്പത്തിനെയോ അല്ലെങ്കിൽ എന്തിനെ വേണമെങ്കിൽ, സൗകര്യങ്ങളെയോ വ്യക്തികളെയോ ആരെ വേണമെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാം. ആരെ ഇഷ്ടപ്പെട്ടാലും അവരെല്ലാം നീ വിട്ടുപിരിഞ്ഞ് പോകുന്നതാണ്. ഒന്നുകിൽ അവർ നമ്മളിൽ നിന്ന് പോകും, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പോകേണ്ടി വരും. ദുനിയാവിന്റെ നിയമമാണ്. വഅലം, നീ മനസ്സിലാക്കണം, അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ, ഇതാണ് നമ്മുടെ ഈ ബാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരു മുഅ്മിനിന്റെ ഷറഫ് എന്നുള്ളത്, അവന്റെ ഒരു ശ്രേഷ്ഠത അല്ലെങ്കിൽ അവന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം നൽകുന്ന ഒരു കാര്യം എന്നുള്ളത് രാത്രി നിസ്കാരമാണ്. നിർബന്ധമായിട്ടുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം അവന് പ്രത്യേകമായിട്ടുള്ള ഒരു പദവി നൽകുന്ന രാത്രി നിസ്കാരമാണ്. വഇസ്സുഹു ഇസ്തിഗ്നാഹു അനിന്നാസ്, അവന്റെ പ്രതാപം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് അവൻ ധന്യനാവലാണ്. ജനങ്ങളോട് ചോദിച്ച് ജനങ്ങളിലേക്ക് ആവശ്യക്കാരായി അവരുടെ ഔദാര്യം പ്രതീക്ഷിച്ച് ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് ചോദിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയില്ലാതെ ധന്യനായി തീരുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്സത്താണ്, അവന്റെ പ്രതാപമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു നസീഹത്താണ്. عن عمرو بن عبسة رضي الله عنه أنه سمع النبي صلى الله عليه وسلم يقول أقرب ما يكون الرب من العبد في جوف الليل الآخر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഖ്റബു മാ യകൂനു റബ്ബു മിനൽ അബ്ദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയോട് ഏറ്റവും അടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തിന്റെ മധ്യത്തിലാണ്, രാത്രിയുടെ അവസാന ഭാഗത്തിന്റെ മധ്യത്തിലായിക്കൊണ്ട്, അഥവാ നമ്മൾ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന ആ സമയം സുൽസുൽ ലൈലിൽ ആഖിർ. فإن استطعت أن تكون ممن يذكر الله في تلك الساعة فكن. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരാളായി തീരാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ആവുക എന്ന് പറഞ്ഞു.
ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ഏറ്റവും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം നിസ്കാരം നിലനിർത്താനാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ വളരെ ശ്രേഷ്ഠമായ നിസ്കാരം. അതല്ലാത്ത രീതിയിലൊക്കെ ഉണ്ട്, ദിക്റുകളായിട്ടും ദുആകളായിട്ടും ഖുർആൻ പാരായണമായിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. ആ സമയത്ത് നിസ്കരിക്കാൻ സാധിക്കണമെങ്കിൽ നീ അത് ചെയ്യുക. നീ അത് കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയെങ്കിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കുക. وعن أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال أبو الدرداء رضي الله عنه ذكر النبي صلى الله عليه وسلم പറഞ്ഞു ثلاثة يحبهم الله ويضحك إليهم ويستبشر بهم. മൂന്ന് കൂട്ടർ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല അടിമയെ ഇഷ്ടപ്പെടും എന്നുള്ളത് അല്ലാഹുവിന്റെ സ്ഥിരപ്പെട്ടിട്ടുള്ള വിശേഷണമാണ്. വയദ്ഹകു ഇലൈഹിം അവരിലേക്ക് അല്ലാഹു ചിരിക്കുന്നു. അല്ലാഹുവിന് ചിരിയുണ്ട്, അല്ലാഹു ചിരിക്കുന്നതാണ് എന്നും സ്ഥിരപ്പെട്ടിട്ടുള്ള അല്ലാഹുവിന്റെ വിശേഷണമാണ്. വയസ്തബ്ശിറു ബിഹിം അവർക്ക് സന്തോഷ വാർത്തയുമുണ്ട്. الذي إذا انكشفت فئة قاتل وراءها بنفسه لله عز وجل. ആ മൂന്ന് കൂട്ടരിൽ ഒന്നാമത്തെ ആൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു യുദ്ധ സന്ദർഭത്തിലാണ്, യുദ്ധ സമയത്ത് നിൽക്കുകയാണ്, സൈന്യത്തിൽ നിൽക്കുകയാണ്. അവന്റെ സ്വന്തവുമായിട്ട് യുദ്ധത്തിന് പോരാടാൻ നിൽക്കുകയാണ്. അവന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ അവൻ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടും, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിച്ച് ഗനീമത്തൊക്കെ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. ഫയഖൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ നോക്കി പറയും, ഉൻദുറു ഇലാ അബ്ദി, എന്റെ അടിമയിലേക്ക് നിങ്ങൾ നോക്കൂ. ഹാദാ കൈഫ സബറ ലീ ഫി നഫ്സി, എങ്ങനെയാണ് അവന്റെ സ്വന്തത്തിന്റെ വിഷയത്തിൽ അവന്റെ ക്ഷമ കാണിക്കുന്നതെന്ന് നോക്കാൻ പറയും. രണ്ടാമത്തെ ആൾ വല്ലദീ ലഹു ഇംറഅത്തുൻ ഹസന, അവന് നല്ല സൗന്ദര്യമുള്ള ഒരു ഭാര്യയുണ്ട്. വഫിറാശുൻ ലയ്യിനുൻ ഹസനുൻ, അവന് നല്ല പതുപതുത്ത ഒരു മെത്തയുണ്ട്. ഫയഖൂമു മിനൽ ലൈൽ, എന്നിട്ടും രാത്രിയിൽ അവൻ നിന്ന് നിസ്കരിക്കുന്നു. ഫയഖൂൽ അല്ലാഹു പറയും, യദ്റു ശഹ്വതഹു വയദ്കുറുനി വലൗ ശാഅ റഖദ, അവന്റെ ഇച്ഛകൾ, അവന്റെ ഉറക്കവും അവന്റെ ഭാര്യയൊക്കെ വിട്ടിട്ട് അവൻ നിന്ന് നിസ്കരിക്കുകയാണ്. അവന് വേണമെങ്കിൽ അവൻ എന്നെ ഓർക്കുകയാണ്, അവന് വേണമെങ്കിൽ കിടന്നുറങ്ങാമായിരുന്നു. മൂന്നാമത്തെ ആൾ വല്ലദീ ഇദാ കാന ഫീ സഫരിൻ, ഒരു വ്യക്തി ഒരു യാത്രയിലാണ്. വകാന മഅഹു റക്ബുൻ, അവൻ ഒരു യാത്രാ സംഘത്തിനോടൊപ്പം യാത്രയിലാണ്. ഫസഹറു സുമ്മ ഹജഉ, അങ്ങനെ അവർ യാത്രയിൽ കുറെ ഉറക്കമൊഴിച്ചിട്ടും പിന്നെ അവർ രാത്രി സ്വാഭാവികമായിട്ടും ഉറക്കം കൃത്യമായി ലഭിക്കാത്ത അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അവർ കുറച്ചു നേരം ഉറങ്ങുന്നു. ഫഖാമ മിന സഹരി ഫി ദർറാഇ വസ്സറാ, അങ്ങനെ ഫജ്റിന് മുമ്പുള്ള ആ സമയത്ത് അവൻ നിന്ന് നിസ്കരിക്കുകയാണ്. അവന്റെ വീട്ടിലായിരിക്കുന്ന ഏറ്റവും സൗഖ്യത്തിലും യാത്രയിലെ ബുദ്ധിമുട്ടിലും അവൻ ആ നിസ്കാരം ഒഴിവാക്കാതെ ആ സമയത്ത് നിസ്കരിക്കുന്നു. അവനും അവരെ നോക്കിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെ നോക്കി ചിരിക്കുന്നുണ്ട്, അവരുടെ കാര്യത്തിൽ ചിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പോൾ രാത്രി നിസ്കാരത്തിന് ഇനിയും ഹദീസുകൾ ഈ ബാബിൽ ഉണ്ട്. രാത്രി നിസ്കാരം അത്രയും ഫളുലായിട്ടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന ഷറഫായിട്ടുള്ള വളരെ മഹത്തരമായിട്ടുള്ള ഒരു ഇബാദത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.